പൊന്നാനിയിലേക്കൊന്ന് പോകാം. പൊന്നാനി ബോട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോസ്റ്റൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത സാഗർ യുവരാജ് കപ്പലിലെ ജീവനക്കാരെ ഇന്ന് ചോദ്യം ചെയ്യും. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരും. ഒപ്പം അർജുൻ മട്ടന്നൂരും ചേരുന്നുണ്ട് അന്വേഷണത്തിന്റെ വിവരങ്ങൾ പറയാൻ. ആദ്യം ഞാൻ മുബഷിറിലേക്കൊന്ന് പോയി വരാം. മുബഷിർ, ഇപ്പോൾ ഈ സലാമിൻ്റെയും ഒപ്പം ഈ മറ്റൊരു മത്സ്യത്തൊഴിലാളി രണ്ടാമത്തെ മത്സ്യത്തൊഴിലാളിയുടെയും കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത് ധനസഹായം വേണം എന്നുള്ളതാണ്. ഗഫൂറിൻ്റെയും സലാമിൻ്റെയും കുടുംബവും ബന്ധുക്കളും ആവശ്യപ്പെടുന്നതിനോടൊപ്പം എനിക്കൊന്ന് മത്സ്യത്തൊഴിലാളികളും ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നഷ്ടപരിഹാരം നൽകണം, ധനസഹായം നൽകണമെന്നാണ് ആവശ്യം. സർക്കാർ ധനസഹായം നൽകണമെന്നാണോ ഇവർ ആവശ്യപ്പെടുന്നത്, അതല്ല ഈ കപ്പൽ ഉടമകൾ നഷ്ടപരിഹാരം നൽകണമെന്നാണോ ആവശ്യപ്പെടുന്നത്? അരുൺകുമാർ, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നഷ്ടപരിഹാരം ലഭിക്കണമെന്നൊരു ആവശ്യമാണ് ഈ ഒരു മരിച്ച 2 പേരുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ പരിക്കേറ്റവരുടെ അതുമായി ബന്ധപ്പെട്ട ആളുകളും വ്യക്തമാക്കുന്നത്. മരിച്ചവരുടെ ആശ്രിതർക്ക് ഇത്തരത്തിൽ 25 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം സർക്കാർ ധനസഹായമായി നൽകണമെന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളും ഈ ഒരു കുടുംബാംഗങ്ങളും ആവശ്യപ്പെടുന്നത്. കാരണം ഏറെ ദുരിതത്തിലായിരുന്നു ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. മത്സ്യബന്ധന മേഖലയിൽ നിരവധി പ്രതിസന്ധികൾ തുടരുന്നതിനിടെയാണ് ഈ കഴിഞ്ഞ ദിവസം ആ ഒരു സംഭവം ഉണ്ടായത്. അവരുടെ കുടുംബത്തെ സംബന്ധിച്ച് ഏക അത്താണിയായിരുന്നു സലാമും അതുപോലെ തന്നെ ഗഫൂറും. അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെ ഉൾപ്പെടെ ജീവിത വരുമാനത്തെ ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു തീരാവിയോഗമായി ഇവരുടെ 2 പേരുടെയും മരണം മാറിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു ആവശ്യമായി മത്സ്യത്തൊഴിലാളി സംഘടനകളും ഈ ഒരു കുടുംബങ്ങളും രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ 4 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, പൊന്നാനി സ്വദേശികളായ മൻസൂർ, അതുപോലെ തന്നെ ബാദുഷ, മജീദ് എന്നിവർ ഉൾപ്പെടുന്ന 4 അംഗ സംഘമായിരുന്നു ആ ഒരു ബോട്ടിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നത്. കപ്പലിലെ ജീവനക്കാരായിരുന്നു ഇവരെ രക്ഷപ്പെടുത്തിയിരുന്നത്. ഇവരുടെ സാഹചര്യവും വളരെ ദയനീയമാണ്. കഴിഞ്ഞ ദിവസം പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെത്തി ഇവരോടുമായി സംസാരിച്ചപ്പോൾ ഏറെക്കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു മത്സ്യബന്ധനത്തിനായി പോയതെന്നായിരുന്നു അവർ വ്യക്തമാക്കിയിരുന്നത്. അതായത് ഏകദേശം 1 ലക്ഷത്തോളം രൂപയുടെ മത്സ്യം ഇവർ ആ ഒരു ബോട്ടിൽ പിടിച്ചിരുന്നു. ഏറെക്കുറെ 2 ദിവസത്തെ അവരുടെ കഠിന പ്രയത്നം കൊണ്ട് ആ വിധത്തിൽ അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടിയുള്ള മത്സ്യങ്ങളെ പിടിക്കാൻ സാധിച്ചിരുന്നാൽ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് ബോട്ട് പൂർണ്ണമായും തകരുന്നു. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ മിസ്സായി പോകുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു ആവശ്യവുമായി സംഘടനകളും കുടുംബാംഗങ്ങളും രംഗത്ത് വന്നിരിക്കുന്നത്. വെൽഫെയർ പാർട്ടി, SDPI പോലെയുള്ള രാഷ്ട്രീയ സംഘടനകളും സമാനമായ ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. 25 ലക്ഷം രൂപയെങ്കിലും ഈ ഒരു മരിച്ചവരുടെ ആശ്രിതർക്ക് നൽകണമെന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ആവശ്യപ്പെടുന്നത്. കൂടാതെ SDPIയും സമാനമായ ഒരു ആവശ്യം ഉന്നയിക്കുന്നു. പരിക്കേറ്റവർക്ക് ഇത്തരത്തിലുള്ള നഷ്ടപരിഹാരം നൽകണം, അവരുടെ വീടുകളൊക്കെ ധനസഹായം നൽകണം, നഷ്ടപരിഹാരം നൽകണമെന്നുള്ള ആവശ്യം ഉയരുകയാണ്.